ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് ബെൽജിയം ഇറങ്ങുമ്പോൾ സുവർണ തലമുറയ്ക്ക് സാധിക്കാതെ പോയ കിരീടം ഇത്തവണ നേടാനാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഫ്രഞ്ച് പരിശീലകൻ റൂഡി ഗാർഷ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമണ ഫുട്ബോളിന്റെ പുതിയ രൂപമാണ്. ഈജിപ്തിനെതിരായ ആദ്യ മത്സരം അനായാസം സ്വന്തമാക്കാനാകുമെന്നാണ് ബെൽജിയം ആരാധകരുടെ പ്രതീക്ഷ. ഈഡൻ ഹസാർഡ്, റൊമേലു ലുക്കാക്കു, വിൻസെന്റ് കൊമ്പനി, ജാൻ വെർട്ടോഗൻ, കൂടാതെ മധ്യനിരയിൽ കളം നിറഞ്ഞു കളിക്കുന്ന കെവിൻ ഡിബ്രൂയിൻ. ബെൽജിയത്തിന്റെ സുവർണ തലമുറ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. 2018 റഷ്യൻ ലോകകപ്പിൽ ജപ്പാനെയും ബ്രസീലിനെയും തകർത്ത് സെമി വരെ നീണ്ട ജൈത്രയാത്ര ലോകം കണ്ടതാണ്. ഒടുവിൽ ഫ്രാൻസിന്റെ ബസ് പാർക്കിംഗിൽ ഒരു ഗോളിന് തോറ്റു പുറത്തേക്ക്. പഴയ കരുത്തില്ലെങ്കിലും റെഡ് ഡെവിൾസ് ഇത്തവണയും എന്തിനും പോന്ന സംഘമാണ്. സുവർണ തലമുറയുടെ പടിയിറക്കത്തിനു ശേഷം അനുഭവ സമ്പത്തും യുവരക്തവും ചേർത്തുവച്ച 26-അംഗ സ്ക്വാഡുമായാണ് പരിശീലകൻ റൂഡി ഗാർഷ്യ ആദ്യ മത്സരത്തിനൊരുങ്ങുന്നത്. ജെറമി ലോക്കു, ലിയാൻഡ്രോ ട്രൊസാർഡ്, ചാൾസ് ഡി കെറ്റലാറെ എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിര പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. കൂടാതെ ഗോൾ വേട്ടക്കാരൻ ലുക്കാക്കു കൂടി ചേരുമ്പോൾ ഏത് പ്രതിരോധ കോട്ടയും തകർക്കാനാകും. അമാദു ഒനാന, ക്യാപ്റ്റൻ യൂറി ഡീലമാൻ സഖ്യം മധ്യനിരയിൽ കളി നിയന്ത്രിക്കുമ്പോൾ ഇവർക്ക് കരുത്തായി ബെൽജിയത്തിന്റെ സ്വന്തം KBDയും മുന്നിലുണ്ടാകും. എന്നാൽ പ്രതിരോധ നിരയിലെ പരിചയസമ്പത്തില്ലായ്മയാണ് ബെൽജിയത്തിന്റെ ബലഹീനത. ജാൻ വെർട്ടോഗൻ, വിൻസെന്റ് കൊമ്പനി എന്നിവരുടെ വിടവ് നികത്താൻ സിനോ ഡെബാസ്റ്റ്, മാക്സിം ഡി കുയ്പാർ, കൊനി ഡി വിന്റർ തുടങ്ങിയ യുവ ഡിഫൻഡർമാർക്ക് എത്രത്തോളം സാധിക്കുമെന്നത് കണ്ടറിയണം. യോഗ്യതാ റൗണ്ടിൽ തോൽവി അറിയാതെയാണ് വന്നതെങ്കിലും കസാഖിസ്ഥാനോടും നോർത്ത് മാസഡോണിയയോടും വഴങ്ങിയ സമനിലകൾ പ്രതിരോധത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടുന്നു. റൊമേലു ലുക്കാക്കുവിന്റെ സ്ഥിരതയാർന്ന ഫോമില്ലായ്മയും പരുക്കിന്റെ ചരിത്രവും ആക്രമണത്തിന്റെ മൂർച്ച കുറച്ചേക്കാം. ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡ് എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് ജിയിൽ നിന്ന് എളുപ്പത്തിൽ നോക്കൌട്ടിലേക്ക് കടക്കാമെങ്കിലും സുവർണ തലമുറയ്ക്ക് സാധിക്കാതെ പോയ ലോക കിരീടം എന്ന സ്വപ്നം പുതിയ സംഘത്തിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.